മഹേട്ടാ, ദാ കാപ്പി. ചുക്ക് കാപ്പിയാ. ഇത് കുടിച്ചാ മഹേട്ടന്റെ പനിയും ക്ഷീണവും ഒക്കെ മാറും. നീ എന്താ ശ്രേയ ഈ വിഷയത്തില്? ശ്രേയോ? ഞാൻ ഗൗരിയാ മഹേട്ടാ. മഹേട്ടന്റെ ഗൗരി. നിനക്ക് എന്താ പറ്റിയത്? ആരോട് ചോദിച്ചിട്ടാ ഈ സാരി കൊടുത്തത്? ഇതെന്റെ സാരിയല്ലേ? മഹേട്ടൻ എനിക്ക് വാങ്ങി തന്ന സാരി. ശ്രേയ വേണ്ട, ഇതൊക്കെ ചെയ്യാൻ എനിക്കറിയാം. എന്തറിയാന്ന്? എന്നിട്ട് തല പോലും മര്യാദക്ക് തുടച്ചിട്ടില്ലല്ലോ. ഇങ്ങോട്ട് കാണിക്ക, ഞാൻ തുടച്ചേരാം. നിനക്കെന്താ വട്ടാണോ ശ്രേയ? എന്തിനാ മഹേട്ട എന്നോട് ഈ അകൽച്ച? ഞാൻ മഹേട്ടന്റെ ഗൗരിയല്ലേ, മഹേട്ടന്റെ സ്വന്തം. മഹേട്ടനും നമ്മുടെ കുഞ്ഞും മാത്രം എന്റെ മനസ്സിൽ. ശ്രേയ നിർത്ത, മതി നിന്റെ നാടകം. എന്റെ ഗൗരിയുടെ പേര് പറയാൻ പോലും നീ യോഗ്യല്ല. എന്തിനാ മഹേട്ട എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നേ? ഞാൻ മഹേട്ടന്റെ ഗൗരിയാ. വെറുതെ കുറുമ്പ് കാട്ടാതെ മഹേട്ടനെ കാപ്പി എടുത്ത് കുടിച്ചേ. ഇനിയും നീ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറഞ്ഞാ എനിക്ക് നല്ല ദേഷ്യം വരും. മഹേട്ടന് എന്താ പറ്റിയത്? മഹേട്ടന്റെ ഗൗരിയോടാണോ ഈ ദേഷ്യപ്പെടുന്നേ? എന്താ ഇതൊക്കെ? മഹേട്ട, എന്താ എനിക്ക് പറ്റേ? ഞാൻ എന്താ ഇപ്പൊ പറഞ്ഞേ? അത് തന്നെയാ ഞാനും ചോദിക്കുന്നേ. നിനക്ക് എന്താ പറ്റിയേ? എന്തിനാ ഈ വേഷം കെട്ടല്? അയ്യോ, ഇതേതാ സാരി? ഇതെങ്ങനെ എന്റെ ശരീരത്തിൽ വന്നേ? എനിക്കറിയില്ല മഹേട്ട, ഞാൻ അറിയാതെ എന്തൊക്കെയോ ചെയ്തു പോവാ. ബാധ കയറിയത് പോലെയൊക്കെ തോന്നുവാ. നീ ആരോട് ചോദിച്ചാണ് ഈ സാരി എടുത്തത്? ഗൗരിയുടെ സ്ഥാപനങ്ങളൊന്നും ആരും എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് നിനക്കറിയാവുന്നല്ലേ? അയ്യോ മഹേട്ട, ഞാനൊന്നും അറിഞ്ഞുകൊണ്ട് എടുത്തതല്ല. ഇതൊക്കെ അറിയാതെ സംഭവിച്ചു പോകുന്നയാ. നീ തൽക്കാലം പുറത്തു പോ. മഹേട്ടൻ എന്നോട് ദേഷ്യമാണോ? ശ്രേയ, നിന്നോട് ഞാൻ മര്യാദക്കാ പറഞ്ഞത്. പെട്ടെന്ന് ഇവിടുന്ന് പുറത്തു പോ. മഹേട്ട, ഞാൻ നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? അയ്യോ, മഹേട്ട, അങ്ങനെ എളുപ്പമൊന്നും എന്നെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ സാധിക്കില്ല. അതിന് എത്ര ശ്രമിച്ചാലും ഞാൻ വീണ്ടും മഹേട്ടനോട് അടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും.